തങ്കല്ലേ അവിടെ? തങ്കം, തങ്കം, എന്തോ വന്നോടി. എന്താ എന്തുറ്റി? എന്തളിയാ? ഇവിടെ സുഗുണമാമല്ലേ, ജവാൻ സുഗുണമാമ മരിച്ചു. അയ്യോ എപ്പോ? ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നാ, രാവിലെ എണീച്ചില്ലാന്നോ? എന്റെ ദൈവമേ, ഞാൻ ഇന്നും വിചാരിക്കും ഒന്ന് പോയി കാണണം. ഇതുവരെ ഒന്ന് വീട്ടിൽ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല. എന്ത് ചെയ്യാ, അങ്ങനെ ഒരു ധീരദേശാഭിമാനിയും കൂടെ പോയി. വയ്യാതെ കിടക്കുമായിരുന്നു അമ്മാവ? വയ്യായി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറെ ആയിട്ട് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നീച്ച് നടക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിൽ തോന്നി, അപ്പൊ അവര് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നതാണ് അർത്ഥം. വയ്യാതെ നടക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് അവരെ ഓർമ്മ വന്നാൽ അവര് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നതാണ് അർത്ഥം. അവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം, നീ അന്ന് എന്നോട് ഒരുമിച്ച് പോക്ക് നടക്കുള്ളൂ നീ അപ്പോഴേ പറഞ്ഞല്ലേ. നീ എങ്കിലും പോയി കണ്ടാൽ മതി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഇനിയിപ്പോ അങ്ങോട്ട് പോവാനുള്ള പരിപാടികൾ പോകും. പിന്നെ അങ്ങോട്ട് പോണ്ടേ? പിന്നെ പോവാതെ നമ്മളെയൊക്കെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവൂടാ, കാരണം അത്ര സ്നേഹമായിരുന്നു. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അളിയന്റെ കുടുംബത്തിൽ വേറെ ആരാള്? അളിയൻ ചേച്ചിയുടെ പിന്നാലെ പ്രേമിച്ച് നടക്കുമ്പോൾ അളിയൻ ചെന്ന് സുഗുണൻ ചേട്ടനോടാ പറഞ്ഞു എനിക്കിങ്ങനെ താല്പര്യമുണ്ട്. അങ്ങനെ സുഗുണൻ ചേട്ടൻ മുന്നിട്ട് നിന്നിട്ടാണ് ചേച്ചീനെ അളിയൻ കെട്ടിയത്. അന്ന് മുതലുള്ള ബന്ധം അവിടെ. സത്യം പറഞ്ഞ എന്റെ മനസ്സിലേക്ക് ഒരു ജവാൻ എന്ന് പറഞ്ഞ മൂപ്പരെയൊക്കെ ഇങ്ങനെ നിർത്തിയ ജവാൻ തന്നെ. ആ പേര് നമ്മുടെ കാഴ്ചപ്പാട്. 19 വയസ്സുണ്ടാവൂലേ? 80 അല്ലെങ്കിലും 80 വരൂല. നിനക്ക് ഓർമ്മയില്ലേ അച്ഛനെ വയ്യാതെ കിടന്നപ്പോഴേ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞപ്പോ എന്റെ പൊന്നെ, അന്നത്തെ കാലത്ത് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കയറിയിരുന്നില്ല. അതന്നെ പറഞ്ഞ, അമ്മയൊന്നും ചെന്നേയില്ല, മാമൻ തന്നെ. മാമൻ തന്നെ നോക്കിയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇവിടെ വിളിച്ചിറക്കൊണ്ട് പോയല്ലോ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യം സുഗുണമാമനോട്ട് കണ്ടപ്പോൾ എന്നോട് പറയാണ്, മക്കളെ ജാതിയും മതമൊന്നും നമുക്കൊരു പ്രശ്നമല്ല, നീ അവളെ പോറ്റണം, അവളെ സംരക്ഷിക്കണം, അതിന് നിന്റെ മിടുക്ക് കാണിക്കണം, പിന്നെ നിന്റെ രാഷ്ട്രീയം വിടരുത്, നിന്റെ DDT പാർട്ടിയിൽ അതിൽ ഉറച്ചു നിൽക്കണം, ഒരു പാർട്ടിയിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഓർമ്മയില്ലേ? കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട്. അത് കണ്ടാ മനസ്സിലാവും. എവിടെയെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ മാമനെ മാത്രമേ ജനം നോക്കൂളൂ. എന്തായാലും നന്നായിട്ട് കിടത്തിയില്ലല്ലോ തമ്പുരാൻ. പോണം. പിന്നെ എനിക്കാണെന്ന് ഇൻസ്പെക്ഷൻ ഉണ്ട്. അതെന്തെങ്കിലും പറഞ്ഞു ഒഴിവാ പോവാണ്ടിരുന്ന എങ്ങനെയാ? അങ്ങനല്ല, അത് പോയിട്ട് കഴിഞ്ഞിട്ട് ചെല്ലാന്ന് പറ. ഞാൻ ഒരു കാര്യം, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ പോയിട്ട് വേഗം വരാം. കാരണം ഞാൻ പോയില്ലെങ്കിൽ പ്രശ്നമായിപ്പോ, അതുകൊണ്ടാണ് ഇത്. ഞാൻ മനഃപൂർവ്വം ടാക്സി വിളിക്കണ്ടേ? പിന്നെ നീ ഒരു കാര്യം ഞാൻ ബാക്കി ഏർപ്പാട് ചെയ്യാം. കാരണം പുള്ളി നമ്മുടെ പാർട്ടി അനുഭാവിയാണ്. പുള്ളി നമ്മുടെ പാർട്ടിയോട് ഭയങ്കര ഇതായിരുന്നു. പാർട്ടിയുടെ കാര്യം അങ്ങനെ പാർട്ടിയിലും താല്പര്യം. അയ്യോ, അതൊക്കെ പുള്ളി ഒരു ജവാൻ അതൊക്കെ പറഞ്ഞു നടക്കാൻ പറ്റുമോ? പുള്ളി എന്നോട് എപ്പോഴും കാണുമ്പോ പറയും ഞാൻ പോയിട്ട് ഒരു കാര്യം ചെയ്യാം. നമ്മളെ ഞാൻ ഒരു അനുശോചനം ഇങ്ങനെ ഇതിലോട്ടിടാം, വാട്സാപ്പിൽ ഒരു അനുശോചനം ഇടാം. മൂപ്പര് മരിച്ചതിന്റെ ഇതില് പിന്നെ റീത്ത് വെക്കണം, അതെല്ലാം ചെയ്യണം. ഒരു റീത്ത് മേടിക്കാം, പിന്നെ ഒരു വണ്ടി വിളിച്ചു, എല്ലാവരും വേറെ റെഡിയാവും. നമ്മള് മറ്റുള്ളവരെ പോലെ വഴുകി പോരും, നമ്മൾ ആദ്യം ചെല്ലണം അവിടെ. ചെലവിന് ഇച്ചിരി പൈസ കയ്യിലുണ്ടാവുമല്ലോ. കാശിന്റെ കാര്യം ഒന്നും നീ പേടിക്കില്ല, എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? റീത്തൊക്കെ നമ്മൾ നല്ല വെക്കണം. അപ്പൊ അറിയിച്ചു കഴിഞ്ഞാൽ അത് സങ്കടം. നിങ്ങളാരും അറിയിക്കണ്ട, ഞാൻ ആലോചിച്ചോട്ടെ. നീ ആദ്യം ഇത് റെഡിയാ വന്നു, എല്ലാവരും റെഡിയാവും. നീ മറ്റേ വാട്സപ്പിലാ വിടാനുള്ളത് വിടറാ. കുളിപ്പിക്കോ? തക്ലിമോളൊന്ന് റെഡിയാക്കോ? രണ്ടുപേരും ഒരു നമ്മളൊരു അനുഭാവി മരണപ്പെട്ടു. ഭാവി എന്നല്ല, നമ്മുടെ കുടുംബത്തിലൊരാള്. നമ്മുടെ ഹവീൽദാർ കുടുംബത്തിലെ ഹവീൽദാർ ഒരു അനിയൻ എന്ന് വേണമെങ്കിലും പറയാം. നമുക്ക് റീത്ത് വെക്കണം, കുറച്ച് ഫ്ലെക്സ് ഒട്ടിക്കണം. ഫ്ലെക്സ് അല്ല, മറ്റേ നോട്ടീസ് അടിച്ച് ഒട്ടിക്കണം. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജവാൻ സുഗുണന്റെ നിര്യാണത്തിൽ അനുശോചനം. ജവാൻ സുഗുണന്റെ നിര്യാണത്തിൽ ഹവീൽദാർ കുടുംബം അനുശോചിക്കുന്നു, അതൊരെണ്ണം. പിന്നെ നമ്മുടെ DDT പാർട്ടിയുടെ അനുശോചനം, അത് വേറെണ്ണം. അല്ല, രണ്ടും അടിച്ചോ? ആദരാഞ്ജലികൾ പറഞ്ഞിട്ട് വാട്സപ്പ് വിടാം. ആദരാഞ്ജലികൾ ഞാനിപ്പോൾ അയക്കുന്നുണ്ട്. ഞാൻ വാട്സാപ്പിൽ ഒരു ആദരാഞ്ജലികൾ ഇത് പറയുന്നുണ്ട്. പ്രസിഡന്റിനെ കൂടെ വിളിച്ചിട്ട് ഒന്ന് അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞോളൂ, ഒരു ആദരാഞ്ജലികൾ ഇട്ടോളാൻ പറയാം. ബാക്കി കാര്യങ്ങളൊന്ന് സ്പീഡാക്കണേ. വണ്ടി വിളിക്കാൻ പറയും, റീത്തും പറയാൻ പറയും. പിന്നെ നിന്റെ മറ്റേ മാമാടെ വണ്ടി ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വിട്, ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകണം. നീ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വാ. പൈസയൊക്കെ അങ്ങോട്ട് തരൂടെ, പൈസയൊക്കെ ഉണ്ട് അല്ലേ? നീ വേറെ റെഡിയാവാൻ. ശരി ഓക്കെ. ആ കാര്യങ്ങളൊക്കെ ഓക്കെ, അവർ നോക്കിക്കോളൂ. പാർട്ടിയെ പോലെ കൃത്യ സമയത്ത് ഷർട്ട് എവിടെ ചേച്ചാ? അമ്മാവാ എല്ലാം ഓക്കെയാണ്, ഞങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഈ അമ്മാവൻ്റെ കാര്യം, ഈ മരണത്തിൻ്റെ അവിടെ അല്ലേ ഓക്കെ ആക്കിയെന്നുള്ള സംഭവം. ഈ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മരണം
ഇത് നമ്മളെ പാർട്ടി ഏറ്റെടുത്ത് അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. എന്തുകൂടെ മരണം ആരെങ്കിലും ആഘോഷിക്കൂ? എടാ ആഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ ആശംസ എന്തോന്ന് മരണത്തിന് ആശംസ ആദരാഞ്ജലികളാണ്. ആശംസയുടെ ആദരാഞ്ജലി കൊടുക്കാം. ഓ എടാ യവനെ എന്തോ ഇവനെ അങ്ങ് തല്ലിക്കൊന്നിട്ട് ആദരാഞ്ജലികളാക്കിയാലോ? അതെ, അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള റീത്ത് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയിലെ ചെറിയ ചെറിയ എല്ലാ യൂണിയനിലും, അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ, തൊഴിലാളി യൂണിയൻ്റെ എല്ലാവരുടെ വകയും റീത്ത് അവിടെ വയ്ക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ച ആൾ നമ്മുടെ പാർട്ടിയുടെ വലിയ ആളാണ് പുള്ളി. ഞാൻ അങ്ങനെ ഇപ്പം ഞാനിവിടെ കുറച്ച് പേരുടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളാണെന്നൊക്കെ. എൻ്റെ സംഗതി ജവാനായിരുന്നു, അത് കഴിഞ്ഞു. പക്ഷെ പുള്ളിയുടെ ഉള്ളിൽ നമ്മുടെ പാർട്ടിയുടെ ഒരു ചാവ ഉണ്ടായിരുന്നു. എന്റെ ആളെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പാർട്ടി മീറ്റിംഗ് ഒന്നും. ഞാൻ കണ്ടിട്ടല്ലേ ഓരോ പാർട്ടിക്കാർ ഓരോന്ന് ചെയ്യണത്. ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ആ പാർട്ടി ആൾക്കാരെ ഉണ്ടാക്കി എടുക്കുന്നത്. അയാൾക്ക് നമ്മുടെ പാർട്ടിയുടെ എന്ത് ബന്ധമാണ്? ഞാൻ ചോദിക്കട്ടെ, പാർട്ടിയായിട്ടുള്ള ബന്ധം അവിടെ നിൽക്കട്ടെ. ഈ ജവാൻ സുഗുണം മാമൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുടുംബമായിട്ടുള്ള ബന്ധം അറിയാമോ? അതെനിക്കറിയത്തില്ല. നിനക്കൊന്നും അറിയില്ല. ഹവീൽദാർ മാമനും ഈ സുഗുണം മാമനും മച്ചാന്മാരായിരുന്നു. അവര് പട്ടാളത്തിലായിരുന്നപ്പോഴേ ഒരു പായിലിരുന്ന് ഉണ്ട്, ഒരു പായി കിടന്ന് ഉറങ്ങി, ഒരുമിച്ച് എപ്പോഴും ഒരുമിച്ച് ഇരട്ടകള്. ചേട്ടനെ എന്നാണ് എല്ലാരും പറയണത്. സയാമീസ് അങ്ങനെ ഒട്ടിയായിരിക്കും. അപ്പൊ നമുക്ക് സുഗുണം മാമന്റെ മരണം ഞാൻ പറഞ്ഞില്ലേ, ഇതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യണം. പിന്നെ അവിടെ ഡെഡ് ബോഡിയുടെ സൈഡിൽ ഒരു മനുഷ്യനെ നിർത്തരുത്. കംപ്ലീറ്റ് നമ്മൾ ആളുകളായിരിക്കണം. പിന്നെ കരയാനൊക്കെ ആയിട്ട് നമ്മളെ കുറച്ച് പേരൊക്കെ വിളിച്ചോ, കുറച്ച് കരച്ചിലും ബഹളവും അങ്ങനെയൊക്കെ വേണം. അല്ല അളിയ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സുഗുണമാമനെ അളിയൻ അറിയാമോ? അറിയാന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ഇനി അതൊന്നും ആലോചിക്കല്ലേ. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇതിന് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടി ഗുണമാണ്, കുറച്ച് വോട്ട് അവിടെ നിന്ന് കിട്ടും. മനസ്സിലായ? പിന്നെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്ത് ഒരുത്തൻ ഒരു കൊലക്കേസ് പ്രതിയെ നേരെ കൊണ്ടുവന്ന് അപ്പുറത്തെ പാർട്ടിക്കാർ പറയും ഇത് മറ്റേ പാർട്ടിയാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ ആളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞില്ലേ വ്യക്തികളില്ല, എല്ലാം പാർട്ടിയും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഏറ്റെടുത്ത് അതിൻ്റെ രീതിക്ക് നടത്തി കഴിഞ്ഞാൽ 10 വോട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ വോട്ടാണ് നമ്മുടെ ലക്ഷ്യം. പിന്നല്ലാണ്ട് മനസ്സിലായല്ലോ? നീ ഒന്നും ചെയ്യണ്ട, നീ മിണ്ടാതെ ആളായിട്ട് ഇങ്ങനെ നിന്നാൽ മതി. പിന്നെ വേറൊരു കാര്യം, അവിടെ കൊടുക്കാനുള്ള മറ്റേ കട്ടൻ ചായ, ഡിസ്പോസബിൾ ഗ്ലാസ്, പിന്നെ കുറച്ച് ഉച്ചയ്ക്ക് വരണവർക്ക് വേണമെങ്കിൽ ഊണ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. കുറച്ച് പിരിക്കാം, നമുക്ക് കുറച്ച് ഫണ്ട് വേണം. ഫണ്ട് ഉണ്ടാക്കാം, അതിനുള്ളൊരു ഇതല്ലേ ഇത്. ഇപ്പൊ കയ്യിൽ എത്ര ഉണ്ട്? ഇപ്പൊ കയ്യില് കാലിലൊന്നുമില്ല. നീ ഇങ്ങോട്ട് വാ.